ഹല്ലേലൂയ ന്യൂസിലെ എൻ്റെ പ്രതിവാര പങ്ക്തിയായ യാത്രക്കിടയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് സജിത് ജോസഫിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രഭാഷകനും രോഗശാന്തി ശുശ്രൂഷകനും ഒക്കെയായ സജിത് ജോസഫുമായി ബന്ധപ്പെട്ട് സമീപകാലത്തുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ. ആ വിവാദങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന സമയമാണ്. ധാരാളം ആളുകൾ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയുകയും അദ്ദേഹത്തിന് അനുകൂലമായും പ്രതികൂലവുമായി ധാരാളം വീഡിയോകൾ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം വിവാദമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനും പറയുവാനും ചർച്ച ചെയ്യുവാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറയിൽ പ്രകൃതി രമണീയമായ ഒരു പ്രദേശത്ത് അദ്ദേഹം ഒരു ആശ്രമം സ്ഥാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു റിസോർട്ട് സ്ഥാപിച്ചിരിക്കുന്നു. ആ ആശ്രമത്തിന്റെ ഭാഗമായി ഒരു ഭീമാകാരമായ കുരിശും അവിടെ സ്ഥാപിച്ചു. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ഗവൺമെന്റ് അധികാരികൾ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അത് പൊളിച്ചു നീക്കുകയും ചെയ്തു. അതിന് മുഖാന്തരമായി മാറിയത് മറുനാടൻ മലയാളി എന്ന പ്രമുഖ യൂട്യൂബ് ചാനലിലൂടെ ഷാജൻ സ്കറിയ നടത്തിയ ചില പരാമർശങ്ങളാണ്. അദ്ദേഹം സജിത് ജോസഫിന്റെ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ചും അത് സംരക്ഷിക്കുവാൻ വേണ്ടി പണിതിരിക്കുന്ന കുരിശിനെ കുറിച്ചും വാർത്ത ചെയ്തു. ഇതിനെ തുടർന്നാണ് റവന്യൂ അധികാരികൾ അവിടെ അന്വേഷണങ്ങൾ നടത്തുകയും ഇത് സംബന്ധമായ രേഖകളുമായി എത്തിച്ചേരുവാൻ സജിത് ജോസഫിന് കത്ത് നൽകുകയും ചെയ്തത്. തന്റെ വിശദീകരണങ്ങൾ നൽകുന്നതിന് മുൻപ് തന്നെ ആ കുരിശ് പൊളിച്ചു മാറ്റിക്കൊണ്ട് വാർത്തകളിൽ ഇടം പിടിക്കുവാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചു. അപ്പോൾ സ്വാഭാവികമായും ആളുകൾക്കുണ്ടായ ഒരു ചിന്ത, സജിത് ജോസഫ് താൻ കയ്യേറിയിരിക്കുന്ന സ്ഥലത്താണ് കുരിശ് സ്ഥാപിച്ചത്, അതുകൊണ്ടാണല്ലോ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അത് പൊളിച്ചു കളഞ്ഞതെന്നാണ്. എന്നാൽ അതോടനുബന്ധിച്ച് സജിത് ജോസഫ് ചില വിശദീകരണങ്ങളുമായി പിന്നീട് യൂട്യൂബ് ചാനലിലൂടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പുറത്തിറക്കിയ വീഡിയോയിൽ അദ്ദേഹം വിശദമായി ചില രേഖകൾ കാണിച്ചുകൊണ്ട് ഇത് കയ്യേറ്റ ഭൂമിയല്ലെന്നും പട്ടയമുള്ള ഭൂമിയാണെന്നും തനിക്ക് അവകാശപ്പെട്ട ഭൂമിയാണെന്നും താൻ വില കൊടുത്തു വാങ്ങിയതാണെന്നും കരമടയ്ക്കുന്നതാണെന്നും ഒക്കെ വെളിപ്പെടുത്തുന്നു. അങ്ങനെ വെളിപ്പെടുത്തിയിട്ട് അദ്ദേഹം പറയുന്നു, തനിക്ക് ലഭിച്ചിരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ചോദിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നൽകുന്നതിന് മുൻപ് തന്നെ ഇത് പൊളിച്ചു നീക്കിയിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. അപ്പോൾ അതിനെതിരെ നിയമ നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണെന്നും അവകാശപ്പെടുന്നു. ഏതായാലും ഈ വിവാദം കത്തി നിൽക്കുകയാണ്. കുരിശ് സ്ഥാപിച്ചതോ അത് തകർത്തതോ ഒക്കെയാണ് സാധാരണ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. എന്നാൽ കുരിശോ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്കോ അധികം പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രം പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. സജിത് ജോസഫ് പറയുന്നത് ശരിയാണെങ്കിൽ, അദ്ദേഹം വില കൊടുത്തു വാങ്ങിയ, അദ്ദേഹത്തിന് അവകാശപ്പെട്ട, ആധാരമുള്ള, അദ്ദേഹം കരമടയ്ക്കുന്ന വസ്തുവിലാണ് അദ്ദേഹം കുരിശ് സ്ഥാപിച്ചതെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ നടപടി അനുചിതമായി പോയി, അത് തികച്ചും നിയമവിരുദ്ധമായി പോയി. അദ്ദേഹം സ്ഥാപിച്ച കുരിശ് ഒരു കാരണവശാലും അവിടെ പൊളിച്ചു നീക്കുവാൻ പാടില്ലാത്തതാണ്. ആ കാര്യത്തിൽ അമിതമായ ഒരു വേഗത റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി. നമുക്കറിയാം, കേരളത്തിൽ നടക്കുന്ന നിരവധിയായ നിയമവിരുദ്ധ കയ്യേറ്റങ്ങളുണ്ട്, ഒഴിപ്പിക്കേണ്ട നിരവധി സ്ഥലങ്ങളുണ്ട്. പക്ഷേ അങ്ങനത്തെ കയ്യേറ്റങ്ങളിലൊന്നും കാര്യമായ നിലപാടുകൾ എടുക്കാത്ത ഗവൺമെന്റ് സംവിധാനങ്ങൾ ഈ കാര്യത്തിൽ മാത്രം വളരെ പെട്ടെന്ന് ആക്ഷൻ എടുത്തിരിക്കുന്നു, വളരെ പെട്ടെന്ന് നടപടി ഉണ്ടായിരിക്കുന്നു. ഈ കാര്യങ്ങൾ എന്തായാലും കോടതിയിലായതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ആ കാര്യങ്ങളിൽ കോടതിയും ഗവൺമെന്റും തീരുമാനങ്ങൾ എടുക്കട്ടെ. സജിത് ജോസഫിന് അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ നീതി ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഭാഗം വിടുന്നു. അതോടനുബന്ധിച്ച ഒരു കാര്യം, ഇന്ന് നമ്മൾ കേരളത്തിൽ ഉടനീളം ഒന്ന് യാത്ര ചെയ്താൽ റോഡ് കയ്യേറി കുരിശടികളും അമ്പലങ്ങളുടെ ആൽത്തറകളും അതുപോലെ തന്നെ കാണിക്കവഞ്ചികളും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്ന മതസ്ഥാപനങ്ങളുടെ ധാരാളം കയ്യേറ്റങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെതിരെയൊക്കെ ഒരു നടപടി എടുക്കുവാൻ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനോ പൊതുമരാമത്ത് വകുപ്പിനോ ഒക്കെ സാധിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. ഇനി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് ഒരു നടപടി എടുത്തെന്ന് വിചാരിച്ചു, എന്താണ് ഇവിടെ സംഭവിക്കുവാൻ പോകുന്നതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊന്നും നടക്കത്തില്ല. ഇനി രാഷ്ട്രീയ പാർട്ടികൾ കയ്യേറി വെച്ചിരിക്കുന്ന എത്രയോ ഗവൺമെന്റ് വസ്തുക്കളുണ്ട്, അവർ കയ്യേറി നിർമ്മിച്ചിരിക്കുന്ന ഓഫീസുകളുണ്ട്. ഇതൊന്നും പൊളിക്കുവാനോ ഇതിനൊന്നുമെതിരെ നടപടിയെടുക്കുവാനോ ഇവിടെ ആർക്കും സാധിക്കത്തില്ല. ഇവിടെ സജിത് ജോസഫ് സ്ഥാപിച്ച കുരിശ് അത് ഗവൺമെന്റ് സ്ഥലത്താണെങ്കിൽ പൊളിച്ചു നീക്കുന്നതിൽ ഒരു തെറ്റും പറയുവാനില്ല, അത് പൊളിച്ചു നീക്കേണ്ടത് തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്താണെങ്കിൽ അത് അനീതിയായി പോയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഭാഗം വിടുന്നു. സജിത് ജോസഫുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു.
ഇന്ന് രോഗശാന്തി ശുശ്രൂഷകനും കത്തോലിക്ക സഭയുടെ ഒരു ജ്ഞാനഗുരുവും ഒക്കെയായ സജിത് ജോസഫ് മുൻപ് പെന്തക്കോസ്തിലെ ഒരു സഭയുടെ ശുശ്രൂഷകനായിരുന്നു. ഈ കാര്യവും എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് പല മാധ്യമങ്ങളും ഇപ്പോഴും അദ്ദേഹത്തെ പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ സത്യത്തിൽ അദ്ദേഹം ഒരു കാലത്തും ഒരു പാസ്റ്റർ ആയിരുന്നില്ല. അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ഒരു ശുശ്രൂഷകനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഔദ്യോഗികമായി ഓർഡിനേഷൻ ലഭിച്ച ഒരു പാസ്റ്റർ എന്ന് വിളിക്ക് യോഗ്യനായ ഒരു വ്യക്തി ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലെ ചങ്ങനാശ്ശേരി സെക്ഷനിൽപ്പെട്ട ഞാലിയാകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം തന്നെ ആരംഭിച്ച ഒരു സഭയുടെ ശുശ്രൂഷകനായിരുന്നു അദ്ദേഹം. അന്ന് ആ സെക്ഷന്റെ ചുമതല വഹിച്ചിരുന്നത് ഇന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ തോമസ് ഫിലിപ്പ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിലാണ് സജിത് ജോസഫ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ കുറച്ചു കാലം അവിടെ പ്രവർത്തിച്ച കുറച്ച് ആളുകളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ സജിത് ജോസഫ് തന്റെ ആസ്ഥാനം, തന്റെ സഭയെ മൊത്തമായി തന്നെ ചങ്ങനാശ്ശേരിയിലേക്ക് പറിച്ചു നടുകയാണ് ചെയ്തത്. ചങ്ങനാശ്ശേരിയിൽ എത്തുമ്പോഴേക്ക് അദ്ദേഹം ഒരു ന്യൂ ജനറേഷൻ സഭയുടെ രൂപഭാവങ്ങളുള്ള ഒരു സഭയായിട്ട് അതിനെ മാറ്റുകയായിരുന്നു. അതായത് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ടാണ് അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ ഒരു ന്യൂ ജനറേഷൻ സഭ സ്ഥാപിക്കുന്നത്. ഇനി ഈ സജിത് ജോസഫിന്റെ പശ്ചാത്തലത്തെ കുറിച്ചുകൂടി ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. കണ്ണൂർ ജില്ലയിലെ മലയോര കുടിയേറ്റ മേഖലയായ ആലക്കോടിനടുത്തുള്ള ഒറ്റത്തൈ എന്ന് പറയുന്ന സ്ഥലത്ത് തയ്യൽ ജോലിയും ചില ബിസിനസ്സുകളും ഒക്കെയായി ജീവിച്ചിരുന്ന കൊട്ടാരത്തിൽ ഔസേപ്പച്ചൻ എന്നയാളുടെ 2 മക്കളിൽ ഇളയവനായിട്ടാണ് സജിത് ജോസഫ് ജനിക്കുന്നത്. സജിത് ജോസഫ് ജനിക്കുന്ന കാലത്ത് ഈ കുടുംബം കത്തോലിക്ക സഭ വിശ്വാസികളായിരുന്നു. സജിത് ജോസഫ് ചെറിയ ബാലകനായിരിക്കുന്ന കാലത്ത് ഔസേപ്പച്ചൻ പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിക്കുകയും ആ കുടുംബം അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ വെള്ളാട് സഭയിൽ അംഗങ്ങളായി തീരുകയും ചെയ്തു. പിന്നീട് ഇവർ ബാലപുരം എന്ന സ്ഥലത്തേക്ക് മാറി താമസിച്ചു. അവിടെ വസ്തുക്കളൊക്കെ വാങ്ങി അവിടെ താമസമാക്കി. അങ്ങനെ താമസിക്കുന്ന കാലത്ത് ഈ ബാലപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഔസേപ്പച്ചൻ നൽകിയ വസ്തുവിലാണ് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു സഭ അവിടെ ആരംഭിക്കുന്നത്. ആ സഭ ഇന്നും AGയുടെ ഒരു സഭയായി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സജിത് ജോസഫിന്റെ സഹോദരനായ അജിത് ജോസഫ് ബൈബിൾ കോളേജിൽ പഠിക്കുകയും അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു ശുശ്രൂഷകനായി മാറുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ഒരു ഓർഡൈൻഡ് പാസ്റ്ററാണ്. അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയ്ക്കടുത്ത് പുളിങ്ങോം എന്ന സ്ഥലത്ത് അദ്ദേഹം തന്നെ സ്ഥാപിച്ച ഒരു സഭയുടെ ശുശ്രൂഷകനാണിപ്പോൾ. അത് മാത്രവുമല്ല, ട്രൂ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൂടെ അദ്ദേഹം ആ പ്രദേശത്ത് നടത്തുന്നുണ്ട്. സജിത് ജോസഫിന്റെ പിതാവ് കൊട്ടാരത്തിൽ ഔസേപ്പച്ചനും അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു ഓർഡൈൻഡ് പാസ്റ്ററാണിപ്പോൾ. അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ KJ ജോസഫ് എന്നാണ്. അദ്ദേഹം കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സഭാ ശുശ്രൂഷകനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സജിത് ജോസഫ് കീഴില്ലം പെനിയൽ ബൈബിൾ കോളേജിലാണ് വേദ പഠനം നടത്തുന്നത്. അവിടുത്തെ പഠനാനന്തരമാണ് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മലയാളം ഡിസ്ട്രിക്റ്റിലെ ഒരു ശുശ്രൂഷകനായി അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാലിയാകുഴിയിൽ അദ്ദേഹം പ്രവർത്തനം ആരംഭിക്കുന്നത്. ഞാലിയാകുഴിയിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രവർത്തനങ്ങളെ പറിച്ചു നടുന്നത് ചങ്ങനാശ്ശേരിയിലേക്കാണ്. അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ എത്തുമ്പോഴേക്ക് ഈ സഭ ഒരു ന്യൂ ജനറേഷൻ സഭയുടെ രൂപഭാവങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗ്രേസ് കമ്മ്യൂണിറ്റി ചർച്ച് എന്നാണ് അദ്ദേഹം അതിന് പേര് നൽകിയത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വചന ശുശ്രൂഷയും അത്ഭുത രോഗശാന്തി ശുശ്രൂഷയും ഒക്കെ ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുകയും ചങ്ങനാശ്ശേരിയിൽ ഒരു വലിയ ന്യൂ ജനറേഷൻ ചർച്ച് ദീർഘകാലം പ്രവർത്തിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് വളരെ വിവാദമായ സുഗതന്റെ കെട്ടുപൊട്ടി തുടങ്ങിയ പാട്ടൊക്കെ അദ്ദേഹം പാടുന്നതും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമൊക്കെ അത് വല്ലാതെ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ആ ഒരു സംഭവത്തോടെയാണ് സജിത് ജോസഫ് എന്ന് പറയുന്ന സുവിശേഷ പ്രസംഗകനെ അല്ലെങ്കിൽ രോഗശാന്തി ശുശ്രൂഷകനെ കേരള സമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത്. ചങ്ങനാശ്ശേരിയിലെ ഈ കാലഘട്ടമായപ്പോഴേക്ക് സജിത് ജോസഫിന്റെ പ്രസംഗങ്ങൾ പ്രധാനമായും ഗ്രേസ് അല്ലെങ്കിൽ കൃപയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അങ്ങനെ കൃപയെ അടിസ്ഥാനമാക്കിയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ധാരാളം ആളുകളെ ആകർഷിക്കുകയും ചെയ്തു.
ഈ കൃപയെ അടിസ്ഥാനമാക്കിയുള്ള സന്ദേശങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് പ്രധാനമായും സിംഗപ്പൂർ ആസ്ഥാനമായി വളർന്നു വന്ന ജോസഫ് പ്രിൻസ് എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രഭാഷകന്റെ പ്രസംഗകന്റെ ഒരു മെഗാ ചർച്ച് പാസ്റ്ററുടെ ആശയങ്ങളെ കടമെടുത്തുകൊണ്ടാണ് സജിത് ജോസഫ് ഇവിടെ ഈ ഹൈപ്പർ ഗ്രേസ് ആശയങ്ങൾ പ്രചരിപ്പിച്ചതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം അത് പൂർണ്ണമായും അങ്ങനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ തന്നെ ഏകദേശം ജോസഫ് പ്രിൻസിന്റെ ആശയങ്ങൾക്ക് സമാനമായ ആശയങ്ങളാണ് സജിത് ജോസഫ് പ്രസംഗിക്കുവാൻ തുടങ്ങിയത്. ഇനി ആരാണ് ജോസഫ് പ്രിൻസ്? ജോസഫ് പ്രിൻസിന്റെ ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ഹൈപ്പർ ഗ്രേസിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് സംബന്ധിച്ച് ജോസഫ് പ്രിൻസിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അതിൽ വിവരിക്കാം. ഇത് ദീർഘമായി പോകുമെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കട്ടെ. ഏതായാലും ഹൈപ്പർ ഗ്രേസ് പ്രസംഗിച്ചുകൊണ്ട് സജിത് ജോസഫ് കേരളത്തിലെ കൺവെൻഷൻ വേദികളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പെന്തക്കോസ്തിന്റെ മിക്ക വേദികളിലും സജിത് ജോസഫിന് അംഗീകാരമുണ്ടായിരുന്നു, അവസരമുണ്ടായിരുന്നു. പെന്തക്കോസ്ത് സമൂഹത്തിൽ വളർന്നു വരുന്ന ശക്തനായ ഒരു പ്രസംഗകനായി രംഗത്തെത്തിയ ആ കാലഘട്ടം വളരെ പെട്ടെന്ന് അവസാനിക്കുകയായിരുന്നു. അതിന് മുഖാന്തരമായി മാറിയത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സ്റ്റേറ്റ് കൗൺസിൽ സജിത് ജോസഫിനെതിരെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയതോടെയാണ്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് സജിത് ജോസഫ് ശുശ്രൂഷ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹത്തിലെ ഏറ്റവും ശക്തനായ ഒരു സുവിശേഷ പ്രഭാഷകനായി മാറുവാനുള്ള എല്ലാ സാധ്യതകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്രയ്ക്ക് നന്നായി പുതിയ നിയമം ഉപയോഗിച്ച് മറ്റ് പല പ്രസംഗകരെയും അപേക്ഷിച്ച് നന്നായി പ്രസംഗിക്കുവാനും നന്നായി ജനങ്ങളിലേക്ക് ആശയങ്ങൾ എത്തിക്കുവാനുമുള്ള പ്രത്യേകമായ ഒരു കഴിവ് സജിത് ജോസഫിനുണ്ടായിരുന്നു. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് തടയിട്ടത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന പാസ്റ്റർ ഫിലിപ്പി തോമസ് ആണ്. പാസ്റ്റർ ഫിലിപ്പി തോമസ് ചെയ്തത് അന്ന് കേരളത്തിൽ ശക്തമായി വേദികൾ കീഴടക്കിയിരുന്ന 5 പ്രമുഖ പ്രസംഗകരെ IPCയുടെ വേദികളിൽ കയറ്റരുത് എന്ന് പറഞ്ഞ് ഒരു വിലക്കേർപ്പെടുത്തി. ആ വിലക്കേർപ്പെടുത്തുവാൻ കാരണമായി പറഞ്ഞത് ഇവർ ദുരുപദേശം പ്രസംഗിക്കുന്നു എന്നായിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡിഫൻഡർ എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം നടത്തിക്കൊണ്ടിരുന്ന TS ബാലൻ അതിശക്തമായി വിമർശനങ്ങൾ നടത്തുകയും അതിന് വ്യാപകമായ അംഗീകാരം പെന്തക്കോസ്ത് സമൂഹത്തിൽ ലഭിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു സജിത് ജോസഫ് വളർച്ച പ്രാപിച്ചു വന്നത്. സജിത് ജോസഫ് ഉൾപ്പെടെയുള്ള ഈ 5 പ്രസംഗകരെയും TS ബാലൻ നിശിതമായ ഭാഷയിൽ വിമർശിച്ചു തുടങ്ങിയിരുന്നു. ആ വിമർശനങ്ങളുടെയൊക്കെ ഒരു പരിണിത ഫലമായിട്ടാണ് പാസ്റ്റർ ഫിലിപ്പി തോമസിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് കൗൺസിൽ ആ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. ആ വിലക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആള് പാസ്റ്റർ KA എബ്രഹാം, രണ്ടാമത് ദേവസ്യ മുല്ലക്കര, 3 ബിജി അഞ്ചൻ, 4 ജോൺ ലോറൻസ്, 5 സജിത് ജോസഫ്. ഈ 5 പേരെ IPC മുടക്കിയ സമയത്ത് തന്നെ തൊട്ടടുത്ത ദിവസം ചർച്ച് ഓഫ് ഗോഡ് 3 പ്രസംഗകരെ വിലക്കി. അവരുടെ പേരുകൾ താഴെ പറയുന്നവയാണ്. 1 അന്ന കണ്ടത്തിൽ, 2 JC പാറക്കടവിൽ, 3 റെജി നാരായണൻ. ഇവരും ദുരുപദേശം പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇവരെ കൺവെൻഷൻ വേദികളിൽ ക്ഷണിക്കരുത് എന്ന ഒരു വിലക്ക് ചർച്ച് ഓഫ് ഗോഡ് ഏർപ്പെടുത്തുന്നത്. അങ്ങനെ മൊത്തം 8 പ്രസംഗകർക്കെതിരെ പ്രമുഖ സഭകൾ വിലക്ക് ഏർപ്പെടുത്തിയതോടെ ഇവരുടെ വേദികൾ കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സജിത് ജോസഫിനൊക്കെ പെട്ടെന്ന് വേദികൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സമയത്ത് സജിത് ജോസഫ് എൻ്റെ അടുത്ത് വരികയും അദ്ദേഹം ദീർഘമായി തന്നെ വിലക്കിയ IPC കേരള സ്റ്റേറ്റിന്റെ നടപടി വളരെ വിഷമകരമാണെന്നും ഞാൻ അങ്ങനെ ഒരു ദുരുപദേശവും പറഞ്ഞിട്ടില്ലെന്നും അങ്ങനെ എന്തെങ്കിലും ദുരുപദേശം ഞാൻ പറഞ്ഞെന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് പിന്മാറാമെന്നും ഒക്കെ അദ്ദേഹം എന്നോട് പറയുകയും ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം ഹാലലിയ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ സജിത് ജോസഫ് പെട്ടെന്ന് ശുശ്രൂഷ രംഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പെന്തക്കോസ്ത് വേദികൾ അദ്ദേഹത്തിന് ലഭിക്കാതെ വന്നതോടുകൂടെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ രംഗത്ത്, പ്രസംഗ രംഗത്ത് അദ്ദേഹത്തിന് വലിയൊരു പ്രതിസന്ധി രൂപപ്പെട്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി എന്തൊക്കെയാണ് സജിത് ജോസഫിന്റെ ദുരുപദേശങ്ങൾ എന്ന് ചോദിച്ചാൽ
കൃത്യമായി ആ കാലഘട്ടത്തിലൊന്നും ആരും എന്താണ് സജിത് ജോസഫിന്റെ ദുരുപദേശമെന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സജിത് ജോസഫിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം പഴയ നിയമത്തെ എതിർക്കുന്നു, പഴയ നിയമം കീറിക്കളഞ്ഞു, പഴയ നിയമം പ്രസംഗിക്കുന്നില്ല, പഴയ നിയമത്തിനെതിരായി നിലപാടെടുക്കുന്നു എന്നുള്ളതായിരുന്നു. സത്യത്തിൽ അദ്ദേഹം പഴയ നിയമം കീറിക്കളഞ്ഞു എന്നുള്ളതൊക്കെ വ്യാജമായി ആരോ പറഞ്ഞുണ്ടാക്കിയതാണ്. അദ്ദേഹം പഴയ നിയമം കീറിക്കളഞ്ഞിട്ടൊന്നുമില്ല. എന്നാൽ അദ്ദേഹം കൂടുതലും പ്രസംഗിച്ചത് പുതിയ നിയമ ഭാഗങ്ങളിൽ നിന്നായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതൊരു തെറ്റായി നമുക്ക് പറയുവാനും സാധിക്കുകയില്ലല്ലോ. രണ്ടാമത്, അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒന്ന്, വന്നുകൂടുന്ന മുഴുവൻ ആളുകൾക്കും അവർ സ്നാനപ്പെടുന്നതിന് മുമ്പേ അവർക്ക് തിരുവത്താഴം കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു. ഇത് പെന്തക്കോസ്ത് സമൂഹങ്ങളുടെ പൊതുരീതിക്ക് വിരുദ്ധമാണ്. സ്നാനപ്പെടാത്ത ആളുകൾക്ക് തിരുവത്താഴം കൊടുക്കുന്ന ഒരു രീതി കേരളത്തിലെ പെന്തക്കോസ്ത് സഭകൾക്കില്ല, അന്നുമില്ല, ഇന്നുമില്ല. അപ്പോൾ അത് ചെയ്യുന്നത് സജിത് ജോസഫിന്റെ ഒരു ദുരുപദേശമായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മൂന്നാമത്തേതാണ് ഹൈപ്പർ ഗ്രേസ്. ഹൈപ്പർ ഗ്രേസ് സജിത്ത് പ്രസംഗിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഹൈപ്പർ ഗ്രേസിന്റെ തെറ്റെന്താണെന്നോ അതിലെ വചനവിരുദ്ധത എന്താണെന്നോ ദുരുപദേശം എന്താണെന്നോ ആ കാലഘട്ടത്തിൽ കാര്യമായി ആരും പറഞ്ഞില്ല, അല്ലെങ്കിൽ അതിന് ഒരു വ്യക്തത വരുത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃപയുള്ളത് കൊണ്ട് എല്ലാ പാപം ചെയ്യാം എന്നുള്ള ഒരു രീതിയിലുള്ള പ്രചരണമാണ് അക്കാലത്തുണ്ടായത്. എന്നാൽ അത് അത്രത്തോളം യാഥാർത്ഥ്യമായി, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും പാപം ചെയ്തുകൊള്ളൂ എന്ന് സജിത്ത് പ്രസംഗിച്ചു എന്നൊന്നും കരുതേണ്ടതില്ല. ഇതായിരുന്നു പ്രധാനമായിട്ടും അദ്ദേഹത്തിനെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട 3 ആരോപണങ്ങൾ. നാലാമത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ഒരു ആരോപണം, അദ്ദേഹം ആഭരണത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. അതൊരു ദുരുപദേശമായിട്ടൊന്നും കരുതേണ്ടതില്ലല്ലോ. ഇന്ന് കേരളത്തിലെ പല സഭകളും വ്യവസ്ഥാപിത സഭകളും ആഭരണത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്നുണ്ട്. അന്നും അങ്ങനെ എടുക്കുന്നവരുണ്ടായിരുന്നു. അതൊരു വലിയ വിഷയമായിട്ട് അന്നും ഇന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ വിലക്കുണ്ടായി പെന്തക്കോസ്ത് വേദികൾ നഷ്ടപ്പെട്ടപ്പോഴും ന്യൂ ജനറേഷൻ സഭകളുമായി ചേർന്ന് നിൽക്കുകയും ആ ലീഡേഴ്സ് എല്ലാവരും സജിത്തിനെ ചേർത്ത് നിർത്തുകയും അവരുമായിട്ടെല്ലാം വേദികൾ പങ്കിടുകയും അവരുടെ വേദികൾ സജിത്തിന് കൂടെ ലഭിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് സജിത്ത് പെന്തക്കോസ്ത് ഉപദേശങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് കത്തോലിക്ക സഭയുമായി ബന്ധപ്പെടുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ലത്തീൻ കത്തോലിക്ക സഭയുമായിട്ടാണ് അദ്ദേഹം ചേർന്നത്. അങ്ങനെ ഇപ്പോൾ അദ്ദേഹം ലത്തീൻ കത്തോലിക്ക സഭയിലെ ഒരു അംഗമായിരിക്കുന്നു. അവിടുത്തെ ഒരു സുവിശേഷ പ്രഭാഷകനായും ധ്യാനഗുരുവുമായും ഒക്കെ ശക്തമായി വളർച്ച പ്രാപിച്ചു. വലിയ സാമ്പത്തിക നേട്ടങ്ങൾ അദ്ദേഹത്തിന് അതുമൂലം ഉണ്ടായി. അദ്ദേഹം വലിയ നിലയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് ധാരാളം ആളുകളുടെ പിന്തുണയുണ്ട്. കത്തോലിക്ക സഭയുടെ വിവിധ വേദികളിൽ, അവരുടെ കൺവെൻഷനുകളിൽ, അവരുടെ ചാനലുകളിൽ ഒക്കെ സജീവ നിറ സാന്നിധ്യമായി സജിത്ത് നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ാണ് ഇപ്പോൾ ഈ പരുന്തുംപാറയിലുള്ള വിവാദങ്ങൾ ഉടലെടുക്കുന്നത്. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. സജിത് ജോസഫ് ദീർഘകാലം പെന്തക്കോസ്ത് സഭയുടെ ശുശ്രൂഷകനായിരിക്കുകയും അവിടെ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് തന്റെ നിലപാടുകൾ സ്വതന്ത്രമായി എടുക്കുവാനായിട്ട് അധികാരമുണ്ട്, അവകാശമുണ്ട്. അദ്ദേഹം ആ നിലയിൽ പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ പോയ നിരവധി ആളുകളുണ്ട്. പെന്തക്കോസ്തിനെ ഉപേക്ഷിച്ച് പോയവരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബിഷപ്പ് KP യോഹന്നാൻ. അദ്ദേഹവും ഇങ്ങനെ പെന്തക്കോസ്തിനെ ഉപേക്ഷിച്ച് പോയയാളാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇങ്ങനെ പെന്തക്കോസ്തിനെ ഉപേക്ഷിച്ച് തിരിച്ച് അവർ വന്ന സഭകളിലേക്കോ കത്തോലിക്ക സഭയിലേക്കോ ഒക്കെ പോയ ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ് സ്വീഡിഷ് പ്രസംഗകനായിരുന്ന, ശക്തനായ, ലോകം മുഴുവൻ അറിയപ്പെട്ടിരുന്ന ഒരു പ്രഭാഷകനായിരുന്ന, ബൈബിൾ ടീച്ചറായിരുന്ന ഉൾഫക് മാൻ കേരളത്തിൽ പോലും വന്ന് നിരവധി സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മാരാമൺ കൺവെൻഷൻ പോലെയുള്ള വലിയ വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം സമീപകാലത്ത് പെന്തക്കോസ്ത് വിശ്വാസം ഉപേക്ഷിച്ച് കത്തോലിക്ക സഭയിലേക്ക് പോയത് വലിയ വാർത്തയായിരുന്നു. ഇത് ലോകത്തിൽ പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ നമുക്ക് അത്ര പരിചിതമല്ലായിരുന്നു. ആ കൂട്ടത്തിൽ പോയവരിൽ, കത്തോലിക്ക സഭയിലേക്ക് പോയവരിൽ ഏറ്റവും പ്രമുഖനാണ് സജിത് ജോസഫ് എന്നുള്ളത് കൊണ്ട് പെന്തക്കോസ്ത് സമൂഹത്തിന് അദ്ദേഹത്തെ ഉൾക്കൊള്ളുവാനോ അദ്ദേഹത്തെ അംഗീകരിക്കുവാനോ ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പെന്തക്കോസ്തിൽ ശക്തമായി വളർച്ച പ്രാപിക്കേണ്ടിയിരുന്ന ഒരു സുവിശേഷ പ്രഭാഷകൻ, അദ്ദേഹത്തിന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തെ തിരുത്തുവാൻ ശ്രമിക്കേണ്ടതിന് പകരം
ഒറ്റയടിക്ക് അദ്ദേഹത്തെ വിലക്കേർപ്പെടുത്തുകയും അദ്ദേഹത്തെ സമൂഹത്തിൽ നിന്ന് നിഷ്കാസിതനാക്കുകയും ചെയ്ത പെന്തക്കോസ്ത് സഭാ നേതൃത്വമാണ് സത്യത്തിൽ സജിത് ജോസഫിന്റെ പിന്മാറ്റത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കത്തോലിക്ക സഭയിലേക്കുള്ള യാത്രയ്ക്ക് മുഖാന്തരമായത് എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. അപ്പോൾ തന്നെ സജിത് ജോസഫിന് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ട്, അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളുണ്ട്. അദ്ദേഹം ആ നിലയിൽ മുൻപോട്ട് പോകുന്നു. എങ്ങനെ ഒരു കാലത്ത് താൻ ഉപേക്ഷിച്ചിരുന്ന, താൻ തള്ളിക്കളഞ്ഞിരുന്ന, തനിക്ക് അംഗീകരിക്കുവാൻ പറ്റാതിരുന്ന കത്തോലിക്ക സഭയുടെ ദുരുപദേശങ്ങൾ, അല്ലെങ്കിൽ മറിയെ ആരാധിക്കുന്നത്, വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥനകള്, വിഗ്രഹാരാധന തുടങ്ങിയ നിരവധിയായ കാര്യങ്ങളെ എങ്ങനെ സജിത് ജോസഫിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു സുവിശേഷകനായി മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സജിത് ജോസഫ് പെന്തക്കോസിനെ ഉപേക്ഷിച്ച് കത്തോലിക്ക സഭയിലേക്ക് പോയി. വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഒരു പെന്തക്കോസുകാരൻ എന്നുള്ള നിലയിൽ എനിക്കിപ്പോഴും ആ കാര്യത്തിൽ ദുഃഖമുണ്ട്. പെന്തക്കോസ് സമൂഹത്തിന് അദ്ദേഹത്തെ ചേർത്ത് നിർത്തുവാൻ സാധിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് ഉപദേശപരമായ കാര്യങ്ങളിലോ മറ്റ് ചില നിലപാടുകളിലോ ഒക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും യഥാസമയം അദ്ദേഹത്തെ തിരുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് സഭയുടെ നേതൃത്വമായിരുന്നു, പെന്തക്കോസ്തിലെ സീനിയർ ദൈവദാസന്മാരായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നടന്നതായി ഞാൻ കേട്ടിട്ടില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും സജിത് ജോസഫിനെ പെന്തക്കോസ്തിന് നഷ്ടപ്പെട്ടു. എന്തായാലും ഒരു പെന്തക്കോസുകാരൻ എന്നുള്ള നിലയിൽ സജിത് ജോസഫിനോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾക്ക് ചില ഭാഗത്ത് വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. പെന്തക്കോസ്തിനെ വിട്ടുപോയത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും തെറ്റായ തീരുമാനമാണ് എന്ന് തുറന്നു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിന്റെ സത്യങ്ങളിലേക്കും അതിൻ്റെ നിർമ്മലതയിലേക്കും നിങ്ങൾ തിരിച്ചു വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.